ഹായ്, ഇന്ന് അടിപൊളി ഒരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഈ മീൻകറി ഒരുപാട് ഇഷ്ടമാവും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു മീൻകറി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ചൂരയാണ് കേട്ടോ നമ്മളെടുത്തേക്കുന്ന മീൻ. ഇതുപോലെ കഴുകി വൃത്തിയാക്കുക കേട്ടോ. ഞാൻ തല ഇങ്ങനെ മുഴുവനോടെ ഇട്ടിട്ടുണ്ടേ വൃത്തിയാക്കിയിട്ട്, കാരണം അങ്ങനെ കഴിക്കാനൊരു കൊതി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇട്ടതാണേ. അപ്പോൾ അതാ നമുക്കൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. അതിൽ ഒരല്പം ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ എടുക്കാം കേട്ടോ. ഇതുപോലെ പാത്രത്തിലെടുത്തിട്ട് ഇടുന്ന സമയത്ത് അതെല്ലാം ഒരുപോലെ തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ എരിയൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഉലുവയൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഈ പൊടികളൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതൊരു നല്ലൊരു മണം കിട്ടാനും പെട്ടെന്ന് തന്നെ മൂത്ത് വരാനും വേണ്ടിയിട്ട് ഒരല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു നിറം വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഫ്രൈ ചെയ്ത് മുളക് പൊടി എടുക്കുന്ന സമയത്ത് തേങ്ങ ഒരല്പം അരച്ചാൽ മതിയാവും. അതിന് വേണ്ടിയിട്ട് ഒരല്പം തേങ്ങ, ഒരു 5 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ കുറച്ച് പുളിയുമാണ്. പിന്നെ നമ്മുടെ ഈ വറുത്ത് വെച്ചിരുന്ന പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരാവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലോട്ട് ഇടുന്ന വെജിറ്റബിൾസ് എന്ന് പറയുന്നത് തക്കാളിയും, മാങ്ങ, മുരിങ്ങയ്ക്ക, പച്ചമുളക്. മാങ്ങ നല്ല പുളി കുറഞ്ഞ മാങ്ങയാണ് കേട്ടോ. അതുകൊണ്ടാണ് പുളി അത്രയും യൂസ് ചെയ്തത്. നിങ്ങളെടുക്കുന്ന മാങ്ങ പുളിയുള്ളതാണെങ്കിൽ പുളി ഒരല്പം കുറച്ചരയ്ക്കണേ. അതിന് ശേഷം നമ്മളൊന്ന് കലക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ തിള വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. രണ്ടാമത് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും ടേസ്റ്റ് നോക്കിയിട്ട് എരിയോ പുളിയോ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് കറിവേപ്പിലയും 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് മാറ്റാം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മീൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തേക്കണേ.